ഒരു മിനിയേച്ചർ ഈസിൽ, അതും തീപ്പെട്ടി കമ്പൗണ്ട്. പേര് പഠിക്കാൻ തന്നെ ഞാൻ അരമണിക്കൂർ എടുത്തു. ഈ പെയിന്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ക്യാൻവാസ് വെക്കുന്ന ആ ഒരു സ്റ്റാൻഡ്, അതിനാണ് ഈസിൽ ഫൈസിൽ എന്നൊക്കെ. ഇനി ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ പോലെ വളരെ നന്നായിട്ട് പെയിന്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് വലിയ വലിയ പെയിന്റിംഗ് ഒന്നും പറ്റില്ലല്ലോ. ഇതുപോലത്തെ കുട്ടി കുട്ടി പെയിന്റിംഗ്, ഇതാ നിങ്ങൾ ബാക്കിൽ കാണുന്ന ആ ഒരു അടിപൊളി പെയിന്റിംഗ് ഇല്ലേ, അതുപോലത്തെ പെയിന്റിംഗ് ഒക്കെ വരച്ച് സ്വന്തമായിട്ട് ടേബിളിൽ എടുത്ത് വെക്കാം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല കലാകാരന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. പക്ഷെ അത് മാത്രമല്ല കാര്യം, നിങ്ങൾക്ക് ഈ മിനിയേച്ചർ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമാണ്, മിനി ഐറ്റംസ് ഒക്കെ നല്ല ഇഷ്ടമാണെന്നുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ 6 തീപ്പെട്ടിക്കമ്പ് വേണം. അതിന്റെ ആ മരുന്നിന്റെ ഭാഗം മുഴുവൻ കട്ട് ചെയ്ത് കളയണം. അതിൽ ഒരു തീപ്പെട്ടിക്കമ്പ് മാത്രം പകുതിയാക്കി എടുക്കുക. അതാണ് നമ്മൾ ഈ മേലെ വെച്ച കുട്ടി പീസ്. ബാക്കിയൊക്കെ ഇതിൽ കാണുന്ന പോലെ ഒട്ടിച്ച് പറക്കി എടുത്താൽ മതി, സംഭവം റെഡിയാവും. പിന്നെ ഇത് ഒട്ടിച്ചെടുക്കാൻ നല്ല ക്ഷമ വേണം. അല്ലാതെ ഈ വീഡിയോ ഉണ്ടാക്കുന്ന ആളിനെ പോലെ ക്ഷമ കുറവായിരിക്കരുത്. കാരണം ഷടപടയെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. നല്ല ഗ്ലൂ ഉപയോഗിച്ച് പതുക്കെ ക്ഷമയിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ടൊക്കെ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ വരച്ച പെയിന്റിങ്സോ നിങ്ങളുടെ കയ്യിലുള്ള കാർഡ്സോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് വെക്കാം. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റിന്റെ ഒരു ടേബിൾ പോലെ ഇരിക്കും. അപ്പോൾ ഇനി മറന്നുപോയ കാര്യം ഓർമ്മപ്പെടുത്താൻ സബ്സ്ക്രൈബ് ചെയ്തു.